രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം. ജയ് ശ്രീരാമ. നമുക്കിന്ന് രാമായണം 28-ാം ദിവസത്തെ ഭാഗത്തിലേക്ക് കടക്കാം. യുദ്ധം ആരംഭം നടക്കുകയാണ്. ആ യുദ്ധത്തിൻ്റെ സന്നാഹങ്ങളും യുദ്ധത്തിൻ്റെ പ്രചണ്ഡമായ അവസ്ഥകളുമാണ് ഇന്നത്തെ വിവരണം. അങ്ങനെ മാല്യവാൻ്റെ ഉപദേശമായിരുന്നു നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയിരുന്നത്. അങ്ങനെ വാനരസേന ലങ്കാനഗരം മുഴുവൻ വളയുകയാണ്. ഇങ്ങനെ ദൂരെ നിന്ന് സമുദ്രം പോലെ പരന്നൊഴുകി വരുന്ന ആ വാനരസേന, 63 കോടി വാനരസേന ഇങ്ങനെ വരികയാണ്. ശക്തരായ വാനര നേതാക്കളുടെ നേതൃത്വത്തിൽ വരുന്നത് കണ്ട് രാവണന്റെ ഉള്ളിലാകെ ഒരു ഭയം വന്നു. അങ്ങനെ 4 വശവുമുള്ള കോട്ടകളിലേക്ക് വന്ന് വാനരസേനയും രാമചന്ദ്രപ്രഭുവും വിഭീഷണനും എല്ലാവരും വന്ന് നിരക്കുകയാണ്. അങ്ങനെ ബാലിതനയൻ, അതായത് അങ്കദൻ ദക്ഷിണ ഗോപുരത്തിൻ്റെ ഭാഗത്ത് വന്നു നിന്നു. വായുതനയനായ ഹനുമാൻ സ്വാമി പശ്ചിമ ഗോപുരം, പടിഞ്ഞാറേ ഗോപുരത്തിന് കാവൽ നിന്നു. അതുപോലെ തന്നെ മായാമനുഷ്യനായ ആദിനാരായണ സ്വാമി, സൗമിത്രിയും വിഭീഷണനും സംയുക്തമായി എല്ലാവരും ഉത്തരദിക്കിൽ നിന്നു. അങ്ങനെ നീലനും സേനയും എല്ലാവരും പൂർവ്വദിക്കിലും നിരന്നു. വാനരന്മാർ ആർത്തിരച്ചുകൊണ്ട് വലിയ വലിയ വൃക്ഷങ്ങളും പാറകളും പറിച്ചെടുത്തുകൊണ്ട് ആ ഗോപുരങ്ങൾ തല്ലിത്തകർത്ത് വളരെ വലിയ ശബ്ദനാദത്തോടുകൂടി, കോലാഹലത്തോടുകൂടി അങ്ങനെ ആ കോട്ടകൾ തകർത്ത്, കൊത്തളങ്ങളൊക്കെ തകർത്ത്, കിടങ്ങുകളെല്ലാം തകർത്ത് 4 ഭാഗത്തു നിന്നും ലങ്കയിലേക്ക് ഇടിച്ചു കയറുകയാണ്. ആ ലങ്കാ നഗരം ഒരു സമുദ്രത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് ത്രികുടാചലത്തിലാണ് നിൽക്കുന്നത്. മറ്റു പുറത്തു നിന്നുള്ള ശത്രുഭയമൊന്നും ലങ്കയ്ക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് സുവർണ നഗരിയായി ലങ്ക ഇങ്ങനെ എല്ലാ കാലവും വാണുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അവിടെ ഇങ്ങനെ സമുദ്രത്തിൽ ചിറകെട്ടി 63 കോടി സൈന്യങ്ങൾ ഇങ്ങനെ വരികയാണ്. ചില രാമായണ വിവർത്തനത്തിൽ 65 കോടി എന്നും പറയുന്നുണ്ട് വാനര സൈന്യം. അപ്പോൾ ഏകദേശം അത്രയും 64-65 കോടി വാനര സൈന്യങ്ങൾ ഒരുപോലെ നിരന്നപ്പോൾ ആ ലങ്കാ നഗരം കാണാനില്ലാതായി. അങ്ങനെ 4 ഭാഗത്തു നിന്നും വലിയ ഭയങ്കര ഭീതിതമായ ഒച്ചയോടുകൂടി വാനര സൈന്യം കോട്ട തകർത്തു, കൊത്തളങ്ങളും ഒക്കെ തകർത്തു, കിടങ്ങുകളൊക്കെ തകർത്ത് ചാടി അടുക്കുകയാണ് ലങ്കാ നഗരിയുടെ ആ സർവ്വസുരക്ഷയും ഭേദിച്ചുകൊണ്ട് അതിനുള്ളിൽ പ്രവേശിച്ചു. അതുപോലെ 10,000-കണക്കിന് വൃക്ഷങ്ങൾ മറിയുന്ന ഒച്ചയും, അതുപോലെ വലിയ വലിയ അണിസൗധങ്ങൾ തകരുന്ന ഭീകരമായ ഒച്ചയും അലർച്ചയും, ആർത്തു വരുന്ന ശ്രീരാമജയം പാടി വരുന്ന ശ്രീരാമവിജയം പാടി വരുന്ന ആ വാനരസേനയുടെ ആരവങ്ങളും കൊണ്ട് ആ ലങ്കാനഗരം വളരെ പരിഭ്രാന്തമായ ഒരു യുദ്ധത്തിന്റെ പരിച്ഛേദമായി മാറി. അങ്ങനെ ആർത്തു വരുന്ന ഒരു തിരമാലകൾ പോലെ ആർത്തു വരുന്ന ആ വാനരസേനയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ ധാരാളം അസ്ത്രങ്ങൾ എയ്തുവെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ആർത്തലച്ചു വരുന്ന ആ വാനരസേനയുടെ മുന്നിൽ ലങ്കാധിപൻ ആകെ ദുഃഖിതനായി മാറുകയാണ്. അത് ശാർദൂലൻ എന്ന് പറയുന്ന ആ രാത്രിഞ്ചരനെ രാത്രിയിൽ കവികളുമായി ചെന്ന് പിടിച്ചുകൊണ്ടുവന്ന് കവികൾ അവനെ പിടിച്ചുകൊണ്ടുവന്ന് അവനൊരു ഈ ശാർദൂലൻ എന്ന് പറയുന്നവൻ വാനരസേനയുടെ ഇടയിൽ വാനരനെ പോലെ വേഷം മാറി വന്ന രാവണചാരനായിരുന്നു. എന്നാൽ അവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് കവികൾ അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് കൊല്ലാൻ ഭാവിച്ചപ്പോൾ അവൻ കൊല്ലാൻ തുടങ്ങിയപ്പോൾ ഭയങ്കരമായ കരച്ചിലോടുകൂടി ശ്രീരാമനെ വിളിച്ച് കേണു. അങ്ങനെ ശുഗനെ പോലെ
രാമപാദത്തിൽ വീണ ആളാണ് ഈ ശാർദൂലൻ എന്ന് പറയുന്ന രാക്ഷസൻ. അപ്പോൾ അയാളും തിരിച്ചു വരാതെയായി കഴിഞ്ഞപ്പോൾ അങ്ങനെ രാവണൻ വിടുന്നവരെല്ലാം രാമൻ്റെ സന്നിധിയിലെത്തിക്കഴിയുമ്പോൾ അവരുടെ എല്ലാം മനസ്സ് മാറുകയാണ്. അങ്ങനെ ഇനി എന്ത് ചെയ്യും? രാമനും സൈന്യങ്ങളും ലങ്ക മുഴുവൻ വളഞ്ഞു, കോട്ടകളൊക്കെ തകർത്തു, ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്കുള്ള അവസ്ഥ വന്നപ്പോൾ ആ രാത്രിയിൽ വിദ്യുജിഹൻ എന്ന് പറയുന്ന വളരെ മാന്ത്രികനായിട്ടുള്ള മായാവിയായിട്ടുള്ള ആ രാക്ഷസനോട് ചെന്ന് രഹസ്യമായിട്ട് ഒരു രാമന്റെ തലയും ഒക്കെ ഉണ്ടാക്കുവാൻ വേണ്ടി രാവണൻ ആജ്ഞാപിക്കുകയാണ്. അങ്ങനെ അത് മൈഥിലി വാഴുന്നതിൻ്റെ അടുക്കൽ, മൈഥിലി ദേവി സീതാദേവി ഇരിക്കുന്നതിൻ്റെ അടുക്കെ ശ്രീരാമചന്ദ്രന്റെ ശിരസും ധനുസ്സും ഉണ്ടാക്കിക്കൊണ്ട്, കോദണ്ഡം എന്ന ധനുസ്സൊക്കെ കൃത്രിമമായി ഉണ്ടാക്കിക്കൊണ്ട് രാമന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പറയുകയാണ്, ഈ യുദ്ധമധ്യത്തിൽ രാമൻ മരിച്ചു, ചോരയൊലിക്കുന്ന ഈ ശിരസ് നോക്കൂ, ഇനിയും നിനക്ക് വേറെ ആരും ഒരു തുണയില്ല. രാമനെയും കൊന്നു, അവന്റെ ശിരസും ഞാൻ വെട്ടിക്കൊണ്ട് വന്നു. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് എനിക്ക് മുന്നിൽ കീഴടങ്ങുക എന്ന് സീതാദേവിയോട് പറയുകയാണ്. അത് കണ്ട് വൈദേഹി വളരെ കരഞ്ഞുകൊണ്ട് കിടന്ന വൈദേഹി ഇത് കണ്ടിട്ട് ബോധക്ഷയം നേരിടുകയാണ് ദേവിക്ക്. ശ്രീരാമചന്ദ്രന്റെ ശിരസ്, ചോരയൊലിക്കുന്ന ശിരസ് അദ്ദേഹത്തിന്റെ വില്ലും ആയിട്ട് രാവണനും അവന്റെ അനുചരനായ വിദ്യുജിഹനും നിൽക്കുന്നത് കണ്ടപ്പോൾ, അങ്ങനെ അത് കണ്ടിട്ട് ഇനിയും നിനക്ക് വേറെ ആരുമില്ല, വാനര സൈന്യത്തിനെയും എല്ലാം തച്ചു തകർത്ത് അവരെയും പരാജയപ്പെടുത്തി അവരുടെ നേതാവായ നിന്റെ ഭർത്താവിനെയും ഞങ്ങൾ കൊന്നു, ഇനി നിനക്ക് വേറെ എവിടെയും ശരണാഗതിയില്ല, നീ എൻ്റെ ഭാര്യയായി എൻ്റെ ഇഷ്ടം സാധിച്ചു തരിക എന്ന് പറഞ്ഞ് സീതാദേവിയെ വീണ്ടും പ്രലോഭിപ്പിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ സരമ എന്ന് പറയുന്ന രാക്ഷസി, അത് വളരെ സീതാദേവിയുടെ സ്നേഹമുള്ള ആളാണ്. അവർ ദേവിയുടെ വിഷമം കണ്ടിട്ട് പറയുകയാണ്, ഇതെല്ലാം, ഈ വിഷമമൊക്കെ കളയൂ ദേവി, ഇതെല്ലാം വെറും ചതിയാണ്. 3-4 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും നേരെ സത്യമായി വരും. അങ്ങയുടെ ഭർത്താവ് ഈ ദുഷ്ടനായ രാക്ഷസനെ നിഗ്രഹിക്കും. ഇതെല്ലാം ഇവർ ചതിയിലാണ് ഈ രാമദേവന്റെ ശിരസ്സും ഒക്കെ കൊണ്ട് കാണിക്കുന്നത്. അതുകൊണ്ട് രാമന് യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണ് അംഗദൻ രാവണനോട് ചെന്ന് ശ്രീരാമന്റെ ദൂതനായിട്ട് വീണ്ടും അത്രയും അകത്ത് കയറിയതിനു ശേഷവും യുദ്ധം തുടങ്ങിയതിന് ശേഷവും വീണ്ടും ശ്രീരാമൻ അനുനയത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അംഗദനെ വിടുകയാണ്. അംഗദൻ ചെന്ന് പറയുകയാണ് രാവണന്റെ മുന്നിൽ, ഒന്നുകിൽ സീതയെ കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വെക്കണമെന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, അല്ലെങ്കിൽ വൈകാതെ തന്നെ യുദ്ധത്തിന് പുറപ്പെടുക. ഉള്ളിൽ അടച്ച് ഇരിക്കുന്നതല്ല ഒരു യോദ്ധാവിൻ്റെ യഥാർത്ഥത്തിലുള്ള വിജയം. രാക്ഷസ സേനയും ലങ്കാ നഗരവും രാക്ഷസ രാജനാം നിന്നോടുകൂടെ ഞാൻ സംഹരിക്കുവാൻ ബാണം ഏതു വിടുകയാണ്. അതിനു മുമ്പ് നീ സീതയെ കൊണ്ട് എൻ്റെ മുന്നിൽ വയ്ക്കൂ എന്ന് ഇങ്ങനെ പറയുന്ന അംഗദന്റെ സിംഹനാദം കേട്ടിട്ട് രാവണന് വല്ലാത്ത ദേഷ്യം വന്നിട്ട് ക്രുദ്ധനായ രാവണൻ അംഗദനെ കൊല്ലുവാൻ വേണ്ടി നക്തഞ്ചരന്മാരോട് പറഞ്ഞു. അവർ നിശാചരന്മാർ ചെന്ന് പിടിച്ചുവെങ്കിലും അവരെ ചുഴറ്റി എറിഞ്ഞിട്ട് അംഗദൻ കൊട്ടാരത്തിന്റെ മണിസൗധത്തിന്റെ ഏറ്റവും ഉത്തമമായ അംഗത്തിൽ കയറിയിട്ട് അത് ചവിട്ടി പൊളിക്കുകയാണ്. ഒരൊറ്റ ചാട്ടത്തിന് രാവണന്റെ കൊട്ടാരത്തിന്റെ ഏറ്റവും വലിയ മകുടത്തിലേക്ക് ചാടി കയറി അത് തച്ച് തകർക്കുന്ന കണ്ട് രാവണൻ വളരെ നിരാശ്രയനായി വിഷമചിത്തനായി ഇങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ കുമുദൻ, നളൻ, ഗജൻ, ധന്യൻ, ഗവയൻ, ഗവാക്ഷൻ, പിന്നെ ഹനുമാൻ എന്നിവരെല്ലാം വാനരവീരന്മാരെല്ലാം കിടങ്ങുമൊക്കെ തല്ലി തകർത്തു. കല്ലും മലയും മരവും ഒക്കെ ധരിച്ചു കൊണ്ടുവന്ന് അവൻ നിൽക്കുന്ന പറഞ്ഞടുത്തുകൊണ്ട് വാളും പരിചയമൊക്കെയായി വരുന്നവർക്ക് നേരെ വലിയ മരങ്ങളും പാറയും ഉപയോഗിച്ചാണ് അവരെയൊക്കെ തച്ചു കൊന്നത്. അപ്പോൾ ഈ രാക്ഷസ സേനയുടെ കയ്യിൽ വാളും ശരവും വില്ലും അമ്പും എല്ലാം ഉണ്ട്. എന്നാൽ വാനരക്കൂട്ടത്തിനിടയിൽ വലിയ മരങ്ങളും പാറകളും മാത്രമേ ഉള്ളൂ. ശ്രീരാമചന്ദ്രന്റെയും ലക്ഷ്മണകുമാരന്റെയും കയ്യിലേ ഉള്ളൂ വില്ലും ശരവും ഒക്കെ ഉള്ളത്.
അപ്പോൾ വളരെ വലിയ അങ്ങനെ ശരമെയ്ത് വാനരന്മാരുടെ തല എയ്യുകയും പാറകളും മരങ്ങളും ഉപയോഗിച്ച് രാക്ഷസന്മാരുടെ തല ഇത് ശരീരം ഛിന്നഭിന്നമാക്കുകയും ചെയ്ത് ആ ലങ്കാനഗരം ഇങ്ങനെ തലകളൊക്കെ ജഡങ്ങൾ പരസ്പരം ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ പാഞ്ഞു നടക്കുന്ന ഒരു ഭീതിതമായ കാഴ്ചയാണ് അവിടെ നടന്നത്. രക്തമിങ്ങനെ ഒരു പുഴ പോലെ അനേകായിരം രാക്ഷസന്മാര് ചത്തു വീഴുകയും അങ്ങനെ ആ രാക്ഷസന്മാരിൽ നിന്നൊഴുകുന്ന രക്തം അവിടെ ഒരു പുഴ പോലെ ഇങ്ങനെ ഒഴുകുകയാണ്. വളരെ ഭീതിതമായ ആ ഒരു ദൃശ്യം. സുവർണ ലങ്കയാണ് രക്തപങ്കിലമായി ഘോര യുദ്ധത്തിന്റെ സംഹാര താണ്ഡവത്തിന്റെ ശബ്ദമുഖരിതമായ പ്രചണ്ഡമായ ഒരു പ്രതിഭാസ കേളി രംഗമായി അങ്ങ് മാറുകയാണ് അവിടെ. അങ്ങനെ ധാരാളം രാക്ഷസന്മാരും അതുപോലെ അല്പാൽപമായി വാനരന്മാരും ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രജിത്തും ഗദ കൊണ്ട് ഓടി വരികയും അംഗദന് നേരെ ഗദ കൊണ്ടടിക്കുകയും ജംബുമാലി ഹനുമാനോട് ഏറ്റുമുട്ടി. ഇന്ദ്രജിത്ത് അംഗദന് നേരെ ഏറ്റുമുട്ടി. അങ്ങനെ അംഗദൻ ഇന്ദ്രജിത്തുമായിട്ടുള്ള ഗദായുദ്ധത്തിന് ശേഷം അംഗദന് നേരെ വലിച്ചെറിഞ്ഞ ഗദ എടുത്ത് ഇന്ദ്രജിത്തിന്റെ ആ രഥത്തെ തല്ലി തകർക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ രഥം തകർന്നു, അതിലിരുന്ന തേരാളിയും തകർന്നു. അങ്ങനെ ഇന്ദ്രജിത്തിന്റെ നേരെ വലിയ ഒരു കുന്തം വലിച്ചെറിഞ്ഞിട്ട് ആ മുറിവേറ്റ ഇന്ദ്രജിത്ത് അവിടെ നിന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതുപോലെ ജംബുമാലി ഹനുമാനോട് യുദ്ധം ചെയ്തു. ഹനുമാനെ കുന്തം കൊണ്ട് കുത്തുവാൻ വേണ്ടി ശ്രമിച്ചു. ആ കുന്തം കൊണ്ടുള്ള പ്രഹരം കൊണ്ട് ജംബുമാലി മരിക്കുകയാണ് ചെയ്തത്. ഇന്ദ്രജിത്തിന്റെ തകർന്ന ആ രഥത്തിന്റെ ചക്രം എടുത്തുകൊണ്ട് നികുംഭന് നേരെ നീലൻ പാഞ്ഞു ചെന്നു. നികുംഭനും നീലനും തമ്മിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടന്നത്. അങ്ങനെ രാത്രിയായി. രാമലക്ഷ്മണന്മാരും നളനും ഒക്കെ യുദ്ധം ചെയ്യുകയാണ്. രാത്രി സമയമായപ്പോൾ രാക്ഷസന്മാർക്ക് ശക്തി വർദ്ധിക്കുകയും അവർ ശ്രീരാമചന്ദ്രനെ തുരുതുര അമ്പെയ്യാൻ തുടങ്ങി. അപ്പോൾ രാക്ഷസന്മാരെ പ്രത്യേകം കാണാൻ കഴിയുമായിരുന്നു. അവരുടെ പടച്ചട്ടയൊക്കെ കാണുന്നത് കൊണ്ട് അവരെ കൃത്യമായിട്ട് അമ്പെയ്യുവാനും ഉപദ്രവിക്കുവാനും വാനരന്മാർക്കും ശ്രീരാമചന്ദ്രനും കഴിഞ്ഞു. എന്നാൽ ശ്രീരാമചന്ദ്രന്റെ പ്രഹരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രാക്ഷസ സേനകളിൽ രാമനെ വളഞ്ഞപ്പോൾ രാമന്റെ രണ്ടു വശങ്ങളിലും പാർശ്വതൻ, മഹോദരൻ തുടങ്ങിയവര് അങ്ങനെ തുടങ്ങിയ ശുകൻ, താരകൻ തുടങ്ങിയ 6 പേർ രാമന് ചുറ്റും നിന്ന് അമ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു 6 അമ്പുകൾ കൊണ്ട് അവരെ ഭഗവാൻ പായിച്ചു. അങ്ങനെ ധൂമ്രൻ രാമനെ ധൂമ്രലോചനനും ഗോലാങ്കുലൻ എന്ന് പറയുന്ന വാനരനും ശ്രീരാമന്റെ 2 വശങ്ങളിൽ നിന്ന് ശ്രീരാമചന്ദ്രനെ രക്ഷിക്കുവാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി നിന്നു. അംഗദൻ ഇന്ദ്രജിത്തിന്റെ രഥം തകർത്തിട്ട് സാരഥിയെ വധിച്ചു. ഇന്ദ്രജിത്തിനെ മുറിവേൽപ്പിച്ചു. അവൻ അപ്രത്യക്ഷനായി. ഇത് കണ്ടിട്ട് അംഗദന്റെ ആ പരാക്രമം കണ്ടിട്ട് ദേവന്മാരും ഋഷികളും അംഗദന്റെ ആ വീര്യകൃത്യത്തെ വാഴ്ത്തി സ്തുതിച്ചു. എന്നാൽ ഈ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ഒരുപാട് മായാവിദ്യകൾ അറിയാവുന്ന അനുഗ്രഹങ്ങളൊക്കെ ശിവഭഗവാനിൽ നിന്നൊക്കെ നേടിയ ഒരു വളരെ അതിസാമർഥ്യമുള്ള ഒരു യോദ്ധാവായിരുന്നു രാവണന്റെ മകനായ ഇന്ദ്രജിത്ത്. അപ്പോൾ ആ ഇന്ദ്രജിത്തിന്റെ കാപട്യം നിറഞ്ഞ ചില യുദ്ധതന്ത്രങ്ങളുണ്ടായിരുന്നു. അങ്ങനെ മായയായിട്ട് മേഘങ്ങളുടെ ഇടയിൽ കയറി നിന്ന് നാഗപാശത്തെ എയ്തു രാമലക്ഷ്മണന്മാർക്ക് എതിരെ. ആ നാഗപാശം രാമലക്ഷ്മണന്മാരെ വരിഞ്ഞു മുറുക്കി. ആ സമയത്ത് ഇന്ദ്രജിത്ത് ധാരാളം അസ്ത്രങ്ങൾ എയ്ത് ശ്രീരാമചന്ദ്രന്റെയും ലക്ഷ്മണകുമാരന്റെയും ശരീരത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മുറിവേൽപ്പിച്ച് ചുറ്റിവരിഞ്ഞ് മുറിവേൽപ്പിച്ച് കിടക്കുന്ന രാമചന്ദ്രന്മാരിൽ നിന്നിങ്ങനെ രക്തം ഒഴുകുകയും രാമന്റെ കയ്യിൽ നിന്ന് കോദണ്ഡം എന്ന വില്ല് താഴെ വീഴുകയും അങ്ങനെ അവർ തറയിൽ വീഴുകയും ചെയ്ത അവസരത്തിൽ
അവരുടെ അല്പപ്രാണനായി മാത്രം രക്തമൊഴുകി അല്പപ്രാണനായി കിടക്കുന്ന അവസരത്തിൽ തങ്ങൾ രാമചന്ദ്രനെയും ലക്ഷ്മണനെയും വീരയോദ്ധാക്കളായ രണ്ടുപേരെയും ഞാൻ നിലംപരിശാക്കിയെന്ന് ഒച്ച വെച്ച് വളരെ ആർത്ത് വിജയഭേരി മുഴക്കിക്കൊണ്ട് മേഘനാഥൻ മേഘങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരുന്നാണ് ഇത് ചെയ്തത്. അങ്ങനെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെന്നു രാവണനോട് ഇത് ചെന്ന് പറയുകയാണ്. അപ്പോൾ രാവണൻ സന്തോഷം കൊണ്ട് മകനെ ആലിംഗനം ചെയ്യുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നു. എങ്ങനെ അവരെ വകവരുത്താൻ നിനക്ക് സാധിച്ചു മകനെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ മേഘങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരുന്നു കൊണ്ട് നാഗപാശത്താൽ അവരെ ബന്ധനസ്ഥരാക്കി അങ്ങനെ ധാരാളം അമ്പ് ചെയ്ത് അങ്ങനെ ഞാൻ കൊന്നു അവരെ. അങ്ങനെ അവർ മരിച്ചു എന്നാണ് ഇവർ കരുതിയത്. ഇത് ഇങ്ങനെ രാമചന്ദ്രനും ലക്ഷ്മണകുമാരനും വീണതറിഞ്ഞുകൊണ്ട് വാനരന്മാർ ചുറ്റിനും വന്ന് വിഷമിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ സുഗ്രീവനും വിഭീഷണനും ഇതറിഞ്ഞ് ഓടി വരുന്നു. സുഗ്രീവൻ ശ്രീരാമചന്ദ്രന്റെ അരികിലിരുന്ന് വിഷമിക്കുന്നു. ആ ചോരയൊലിക്കുന്ന ശരീരവും അനക്കമില്ലാതെ കിടക്കുന്ന ആ അവസ്ഥയൊക്കെ കണ്ടിട്ട്. അപ്പോൾ വിഭീഷണൻ ശ്രീരാമചന്ദ്രനെ ഒരാപത്തും വന്നിട്ടില്ല, അവർ രണ്ടുപേരും ഇപ്പോഴും ശ്വാസഗതി പ്രാണനുള്ളവരാണ്, നിങ്ങൾ വിഷമിക്കാതെ എന്ന് പറഞ്ഞ് വാനരസേനയും എല്ലാവരും അവരുടെ മനസ്സ് തളർന്ന് ശ്രീരാമ പാദാന്തികയെ വരികയാണ്. ശ്രീരാമചന്ദ്രൻ അവരോട് പറയുന്നു, നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ, നിങ്ങളുടെ രാജ്യത്തേക്ക് തിരികെ പോകൂ, നിങ്ങളെ ഇനിയും ആക്രമിക്കുവർ, നിങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാകും. ഇനിയും ലക്ഷ്മണകുമാരൻ ഇങ്ങനെ മൃതപ്രായനായി കിടക്കുന്ന ലക്ഷ്മണകുമാരനെ ഇല്ലാതെ എനിക്ക് ലങ്കയിലേക്കൊരു യാത്രയില്ല. സീതാദേവിയെ നഷ്ടപ്പെട്ടാൽ മറ്റൊരു സീതയെ കണ്ടുപിടിക്കാം, എന്നാൽ ലക്ഷ്മണൻ എന്ന പ്രിയ സഹോദരനും സുഹൃത്തും നഷ്ടപ്പെട്ടാൽ അതിന് പകരം വയ്ക്കാൻ ആരുമില്ല. അതുകൊണ്ട് എനിക്ക് തിരിച്ച് അയോധ്യയിലേക്ക് പോകാൻ കഴിയില്ല. ലക്ഷ്മണൻ മരിച്ചു കഴിഞ്ഞാൽ ഞാനും ദേഹത്യാഗം ചെയ്യും, അതുകൊണ്ട് നിങ്ങളും പോയിക്കൊള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വാനരസേന ഹനുമാൻ സ്വാമി, നീലൻ, ഗേവൻ, ഗവയാക്ഷൻ, നളൻ, അങ്കദൻ ഇവരെല്ലാവരും വളരെ വിഷമത്തോടുകൂടി, ഹനുമാൻ ഉൾപ്പെടെ എല്ലാവരും വിഷമത്തോടുകൂടി രാമപാദാംബുജത്തിൽ ഇങ്ങനെ നിന്ന് കരയുകയാണ്. അപ്പോഴാണ് വളരെ ആകാശത്ത് വളരെ പ്രചണ്ഡമായ ഒരു ശബ്ദം കേൾക്കുന്നു, ചിറകടിയൊച്ച കേൾക്കുന്നു. ആ ശക്തമായ ചിറകടിയൊച്ചയിൽ വൃക്ഷങ്ങളും മണിമന്ദിരങ്ങളും ഒക്കെ തകർന്ന് പൊടി പറക്കുന്ന ആ ഒരു അവസ്ഥയിൽ എല്ലാവരും പേടിച്ച് മുകളിലേക്ക് നോക്കുമ്പോൾ അതികായനായ വളരെ വലിയൊരു പക്ഷിശ്രേഷ്ഠൻ ഇങ്ങനെ പറന്നെടുക്കുകയാണ്. അദ്ദേഹം വന്ന് ശ്രീരാമചന്ദ്രനെ തൻ്റെ ഹൃദയത്തോട് ചേർക്കുന്നു. അദ്ദേഹം വന്നപ്പോൾ തന്നെ രാമപാശം, രാമനെയും ലക്ഷ്മണനെയും ബന്ധിച്ചിരുന്ന നാഗപാശം സ്വയം അഴിഞ്ഞു പോകുന്നു. വന്നത് ഗരുഡസ്വാമിയായിരുന്നു. ആ ഗരുഡസ്വാമി ഭഗവാനെ രക്ഷിക്കാൻ വന്നാണ്. ഗരുഡനെ കാണുമ്പോൾ ഗരുഡൻ്റെ ഭക്ഷണമാണ് നാഗങ്ങൾ. അത് കാരണം ആ നാഗപാശത്തിൻ്റെ ശക്തി നഷ്ടപ്പെടുകയും അതിൽ നിന്ന് രാമചന്ദ്രനും ലക്ഷ്മണകുമാരനും സ്വതന്ത്രരാകുകയും ചെയ്ത് അവർ വീണ്ടും പഴയ രൂപത്തിൽ, പഴയ പ്രതാപത്തിൽ അവരുടെ വീരശൗര്യങ്ങളൊക്കെ വർദ്ധിച്ച് യുദ്ധസന്നദ്ധരായി മാറി. അങ്ങനെ ഗരുഡസ്വാമി ഭഗവാനെ വണങ്ങുന്നു. ഭഗവാൻ ഗരുഡസ്വാമിയെ ചേർത്ത് ആലിംഗനം ചെയ്യുന്നു. വളരെ അനുഗ്രഹങ്ങൾ പരസ്പരം കൈമാറി ഗരുഡസ്വാമി വീണ്ടും അന്തരീക്ഷത്തിലേക്ക് പറന്നുയരുന്നു. അങ്ങനെ രാമലക്ഷ്മണന്മാർ തങ്ങളുടെ നാഗപാശ ബന്ധനത്തിൽ നിന്ന് മുക്തരായി പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അടുത്ത ദിവസം. അപ്പോൾ ആ ഇരമ്പിപ്പാഞ്ഞു വരുന്ന വാനര സൈന്യത്തിൻ്റെ ഘോരാരവം കേട്ടിട്ട് ലങ്കാധിപൻ ഭയപ്പെടുകയാണ്. അപ്പോൾ നിനക്ക് നാണമുണ്ടെങ്കിൽ ഇറങ്ങി വരൂ, കൊട്ടാരത്തിൽ അടച്ചിരിക്കാതെ, ആണുങ്ങളാണെങ്കിൽ വന്ന് യുദ്ധം ചെയ്യൂ എന്ന് വെല്ലുവിളിക്കുന്ന വാനര സൈന്യത്തിൻ്റെ ശബ്ദകോലാഹലങ്ങൾ കേട്ടിട്ട് ഭയപ്പെട്ട രാവണൻ മറ്റുള്ളവരോട് രാക്ഷസ സംഘങ്ങളിൽ ധൂമ്രാക്ഷനെ കൂടെ വിടുകയാണ്, യുദ്ധം ചെയ്ത് നീ വിജയിച്ചു വരിക എന്ന് പറഞ്ഞ്. അങ്ങനെ അനുഗ്രഹിച്ചു വിട്ട ധൂമ്രാക്ഷൻ വളരെ വാദ്യഘോഷങ്ങളോടെ
പശ്ചിമ ഗോപുരത്തിലൂടെ പുറപ്പെട്ടു. നേരെ വന്നത് മാരുതിയോട് എതിരിടാനായിരുന്നു. അങ്ങനെ മാരുതിയോട് ചെന്ന് എതിരിട്ട് യുദ്ധം ചെയ്ത് ദാരുണമായി ഒരു കുന്തവും വെൺമഴവും ശരങ്ങളും ഒക്കെ ഉപയോഗിച്ച് മുസലവും പരിഖകളും ഒക്കെ ഉപയോഗിച്ച് പരസ്പരം ഘോരമായി യുദ്ധം ചെയ്തു. എന്നാൽ രാക്ഷസ വീരരുടെ ആ ശക്തിയെ നിഗ്രഹിച്ചുകൊണ്ട് കുറച്ചുകൊണ്ട് വളരെ ഉൾക്കരുത്തോടുകൂടി ഹനുമാൻ അവരോട് ഏറ്റുമുട്ടി ധൂമ്രാക്ഷനെ അദ്ദേഹം നിലംപരിശാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആയിരക്കണക്കിന് വരുന്ന രാക്ഷസ സൈന്യവും ധൂമ്രാക്ഷനും ഒരേപോലെ മരിച്ചു ചത്തൊടുങ്ങി എന്നറിഞ്ഞ് അപ്പോൾ രാവണന് വീണ്ടും വളരെ വർദ്ധിച്ച വിഷമവും ആപദ്ഭയവും കോപവും സംഭവിച്ചു. അങ്ങനെ പ്രബലനായ വജ്രദംഷ്ട്രനെ തന്നെ യുദ്ധത്തിനു വേണ്ടി വീണ്ടും പോയി രാമനെയും ലക്ഷ്മണനെയും ജയിച്ച് വാനര സൈന്യത്തെ ജയിച്ചു വരിക എന്ന് പറഞ്ഞ് വജ്രദംഷ്ട്രനെ വിടുകയാണ്. ഈ വജ്രദംഷ്ട്രനാണ് മുൻപ് ശുഗമഹർഷിയെ ഉപദ്രവിച്ച് ശാപം വാങ്ങിച്ച ആള്. ആ വജ്രദംഷ്ട്രൻ രാമന്റെ കയ്യിൽ മരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. രാമനല്ല, ആ രാമരാവണ യുദ്ധത്തിൽ വജ്രദംഷ്ട്രൻ അംഗദന്റെ ശക്തമായ പ്രഹരമേറ്റ് മരിക്കുകയാണ്. വളരെ ദക്ഷിണ ഗോപുരത്തിലൂടെ വജ്രദംഷ്ട്രൻ 10,000-കണക്കിന് സൈന്യവുമായി വന്നപ്പോൾ ധാരാളം ദുർനിമിത്തങ്ങൾ കണ്ടു. കവികളെ ധാരാളമായി ഉപദ്രവിക്കുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി ധാരാളം ശരങ്ങൾ ഉപയോഗിച്ച് കവിവർഗങ്ങളെയൊക്കെ നശിപ്പിക്കുന്നത് കണ്ട് അംഗദനാണ് വജ്രദംഷ്ട്രനോട് ഏറ്റുമുട്ടിയത്. അങ്ങനെ വജ്രദംഷ്ട്രൻ ആ യുദ്ധപരാക്രമം കൊണ്ട് വാനര സൈന്യത്തിന് വലിയ നഷ്ടമുണ്ടാകുന്നത് കണ്ട് ഏറ്റുമുട്ടിയ അംഗദനും വജ്രദംഷ്ട്രനും തമ്മിൽ ഘോരമായ യുദ്ധം നടക്കുകയും വാള് പിടിച്ച് എടുത്ത് വജ്രദംഷ്ട്രന്റെ ഗളനാളം മുറിച്ചു കളയുകയാണ് അംഗദൻ ചെയ്തത്. അങ്ങനെ ഇത് കേട്ടിട്ട് നക്തഞ്ചരാധിപനായ രാവണൻ വളരെ ശക്തനായ അകമ്പനനെ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞു വിടുകയാണ്. അകമ്പനൻ അങ്ങനെ ഓരോരുത്തരെ പറഞ്ഞു വിടുന്നു. അവർ സൈന്യസമേതം വന്ന് മരിച്ച് പോകുന്നു. അടുത്ത ആളിനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അകമ്പനൻ വായുതനയനായ മാരുതിയോട് ഏറ്റുമുട്ടി വളരെ വേഗം തന്നെ അവന്റെ ശരീരം വെടിഞ്ഞ് അവൻ മൃത്യുവിന് അടിമപ്പെട്ടു പോകുന്നു. അങ്ങനെ ദശകണ്ഠന് വലിയ ഭയം പെരുത്തു വന്നു. അങ്ങനെ രാക്ഷസ സേനയിൽ 5 പ്രധാനപ്പെട്ട മന്ത്രിമാരെ കണ്ടുപിടിക്കുന്നു, പ്രധാനപ്പെട്ട സേനാനായകന്മാരെ. അങ്ങനെ പ്രഹസ്തനെ കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചതിന് നേരം ആ പ്രധാനപ്പെട്ടതിൽ ഒരാളായിരുന്നു, 5 പേരിൽ ഒരാളാണ് പ്രഹസ്തൻ. വളരെ വേഗം പ്രഹസ്തനെ കൊണ്ടുവരിക. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, നീ വൃത്താന്തമെല്ലാം അറിഞ്ഞില്ലേ? ഇനിയും നായകനാകാൻ ആരുമില്ലല്ലോ ഇവിടെ. ആരുണ്ട്? രാക്ഷസ വീരരെ നയിക്കുവാൻ ആരുണ്ട്? എല്ലാവരെയും കൊന്നൊടുക്കുന്നത് കാണുന്നില്ലേ? ആരാണ് ഇനിയും യുദ്ധത്തിന് പോവുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകും എന്ന് പറഞ്ഞ് പ്രഹസ്തൻ മറ്റ് 4 മന്ത്രിമാരും ഉൾപ്പെടെ, മന്ത്രിമാർ സേനാനായകന്മാർ തന്നെയാണ്, അങ്ങനെ അവരെയും 4 പേരെയും വരുത്തി പ്രഹസ്തനും മഹാരഥനും കുംഭൻ മഹാനാഥൻ ദുർമുഖൻ ജംഭാരി വൈരിയാം വീരൻ സമുന്നതൻ ഇങ്ങനെയുള്ള മന്ത്രികൾ 4 പേരും വളരെ തിങ്ങി വരുന്ന വലിയ വൻപടയോടുകൂടി രാക്ഷസ സേനയോടുകൂടി യുദ്ധത്തിനു വേണ്ടി ചെന്നപ്പോൾ വലിയ ദുർനിമിത്തങ്ങൾ കണ്ട് പൂർവ്വദ്വാരത്തിലൂടെ കിഴക്കേ ദ്വാരത്തിലൂടെ പുറപ്പെട്ടു. അപ്പോൾ പാവകപുത്രനോടാണ് ഇവരെ ഏറ്റുമുട്ടിയത്. മർക്കടന്മാർ പലതരത്തിലുള്ള ശിലകളും വൃക്ഷങ്ങളും ഒക്കെ കൊണ്ട് വന്ന ആ സമുദ്രം പോലെ വരുന്ന രാക്ഷസ സൈന്യത്തെ കൂട്ടത്തോടെ ഒടുക്കി. അങ്ങനെ വളരെ ഒരുപാട് മർക്കടന്മാർക്കും ധാരാളം പരിക്കുകളേറ്റു. ഒരുപാട് ആനകളും കുതിരകളും ഒക്കെ മരണത്തിന് അടിപ്പെടുകയാണ് ചെയ്തത്.
അങ്ങനെ യുദ്ധഭൂമി വളരെ ഭീകരമായ അന്തരീക്ഷം, ആനകളുടെ അലർച്ചയും കുതിരകളിങ്ങനെ അറുത്തു പോവുകയും വൃക്ഷങ്ങൾ വീണെല്ലാം തകരുകയും കെട്ടിടങ്ങൾ, വലിയ വലിയ സൗധങ്ങൾ മറിഞ്ഞു വീണ് അവിടെയൊക്കെ നശിച്ചുപോയി അഗ്നിജ്വാല പടരുകയും ആർത്തനാദങ്ങൾ, എവിടെയും യുദ്ധത്തിന്റെ പ്രകമ്പനമായ ശവശരീരങ്ങൾ അന്തരീക്ഷത്തിലൂടെ പറന്നു നടക്കുകയും ചോരയുടെയും പച്ചമാംസത്തിന്റെയും ഗന്ധവും അവിടെ യുദ്ധഭൂമിയെ ഭീകരമായ അന്തരീക്ഷമാക്കി മാറ്റി. അങ്ങനെ എല്ലാവരെയും, ആ 4 മന്ത്രിമാരെയും പ്രഹസ്തനെയും എല്ലാവരെയും കൊന്നൊടുക്കി ഹനുമാനും വാനര സൈന്യവും ഒക്കെ ചേർന്ന്. അങ്ങനെ ഇനിയും ആരെയാണ് യുദ്ധത്തിന് അയക്കേണ്ടത്? ആരുമില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ രാവണൻ തന്നെ പുറപ്പെടുകയാണ്. ആരെയും ഇനിയും പോരിന് അയക്കുന്നില്ല, ഞാൻ തന്നെ നേരെ പോയി ജയിക്കുകയാണ്. എന്നോട് പോരാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നോളൂ എന്ന് പറഞ്ഞ് വെൺകൊറ്റ കുടയും വളരെ മനോഹര പൊന്നണിഞ്ഞ, അതായത് പൊന്നുകൊണ്ട് നിർമ്മിച്ച തേരിൽ കരേറി ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാജികളെ കൊണ്ട് 100,000 കുതിരകളെ കൊണ്ട് പൂട്ടിയ വായുവേഗത്തിലുള്ള തേരിൽ കരേറി മേരു ശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ 10 ഇങ്ങനെ മേരുപർവ്വതത്തിന്റെ ശിഖരങ്ങൾ പോലെ നിൽക്കുകയാണ്. അങ്ങനെ ആ ശിഖരങ്ങളിലെല്ലാം, ആ തലകളിലെല്ലാം ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങളും ഒക്കെ വിലപിടിപ്പുള്ള മുത്തുകളും ഒക്കെ അണിഞ്ഞ് 10 മുഖവും 20 കൈകളും, കൈകളിൽ ചാപബാണ ആയുധങ്ങളും ഒക്കെയായിട്ട് ഒരു നീല പർവ്വതം പോലെ നിശാചര നായകൻ കോലാഹലത്തോടുകൂടി പുറപ്പെടുമ്പോൾ ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം അദ്ദേഹത്തിന്റെ കൂടെ പുറപ്പെട്ടു. മക്കളും മന്ത്രിമാരും തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കി വടക്കുഭാഗത്തുള്ള മുഖ്യമായ ഗോപുരത്തൂടെ തെരുതെരെ വിക്രമമേറിയ ധാരാളം രാക്ഷസ പ്രബലന്മാര് ഒക്കെ ഇത് കണ്ട് അദ്ദേഹത്തിന്റെ കൂടെ വന്നു. ഇത് കണ്ടിട്ട് രഘുത്തമൻ വളരെ സന്തോഷത്തോടെ, രഘുവരൻ വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ്, ഏറ്റവും വിഭീഷണനോട് പറയുകയാണ്, നോക്കിക്കേ, നല്ല വീരന്മാർ വരുന്നത് കാണടോ, ഇവരൊക്കെ ആരൊക്കെയാണെന്ന് എന്നോട് പറയണം, ഈ വരുന്നവരാരൊക്കെയാണ് എന്ന് കേട്ട് വിഭീഷണൻ പറയുകയാണ് വളരെ മന്ദസ്മിതത്തോടുകൂടി, ഇവരിത്രയും പേര് ഒന്നിച്ചു വരുമ്പോൾ എല്ലാവരെയും കൊന്നു കൊടുക്കാമല്ലോ, ഇതോടുകൂടി ഇവന്മാരുടെ കഥ കഴിക്കാം എന്നുള്ള സന്തോഷത്തോടെയാണ് രാമൻ സന്തോഷത്തോടുകൂടി ചോദിക്കുന്നത്. അപ്പോൾ ബാണചാപത്തോടുകൂടി ഒരു ഉദയസൂര്യന്റെ കാന്തി പൂണ്ട് നിൽക്കുന്ന ആനക്കഴുത്തിൽ വരുന്ന, ആനയുടെ പുറത്ത് കയറി വരുന്നത് അകമ്പനനാണ്. സിംഹധ്വജം പൂണ്ട്, സിംഹത്തിന്റെ ആ ഒരു ചിത്രമുള്ള ആ ഒരു ധ്വജം, ആ ഒരു കൊടിമരം ഉള്ള രഥത്തിൽ കയറി, തേരിൽ കയറി വരുന്നവൻ സിംഹപരാക്രമൻ ആണ്. അവൻ ബാണചാപത്തോടുകൂടി വരുന്നവൻ ഇന്ദ്രജിത്താണ് സിംഹപരാക്രമനായ. അത് രാവണന്റെ മകനാണ്. നേരത്തെ നമ്മെ ജയിച്ച് നാഗപാശമൊക്കെ എഴുതിട്ട് പോയവനാണ്. അവന് ആയോധനത്തിന് ബാണചാപങ്ങൾ പൂണ്ട് വീണ്ടും തേരിൽ കരേറി വരികയാണ്. വളരെ വലിയ ശരീരത്തോടുകൂടി വിഭൂഷണ ഒക്കെ ധരിച്ചു വരുന്നവനാണ് അതികായൻ. അത് രാവണന്റെ മറ്റൊരു മകനാണ് അതികായൻ. അത് അങ്ങനെ ആ വരുന്ന മകൻ അതികായൻ വരുന്നു. രാവണൻ പൊന്നണിഞ്ഞ ആനക്കഴുത്തിൽ വരുന്നത് ഉന്നതനായ മഹോദരനാണ്. വെള്ളെരുതിന്റെ മുകളിൽ കയറി വരുന്ന ആ ശക്തനായ തൃശൂലവും പിടിച്ചുകൊണ്ട് തുള്ളി വരുന്നവനാണ് തൃശിരസ്. അത് രാവണന്റെ മറ്റൊരു 3ാമത്തെ മകനാണ്. അക്ഷകുമാരനും തൃശിരസും മേഘനാഥനും മണ്ഡോദരിയിലുണ്ടായ 3 മക്കളാണ്. രാവണന് മറ്റൊരു ഭാര്യയുണ്ടായിരുന്നു. അത് ധന്യമാല എന്ന് പറയുന്ന ഭാര്യയാണ്. അവർക്ക് വളർത്തുവാൻ വേണ്ടി രാവണൻ ഒരു ഗന്ധർവ സ്ത്രീയിലുണ്ടായ മകനെ കൊണ്ടു കൊടുത്ത ആളാണ് അതികായൻ. അത് ധന്യമാലയുടെ വളർത്തുമകനാണ്. രാവണന് ഒരു ഗന്ധർവ സ്ത്രീയിൽ ഉണ്ടായ മകനാണത്. ആ ഗന്ധർവ സ്ത്രീ ചിത്രാംഗി എന്ന് പറയുന്ന ഒരു ഗന്ധർവ സ്ത്രീ മറ്റു ഗന്ധർവ സ്ത്രീകളുമായി മേരുപർവ്വതത്തിന്റെ സമീപത്ത് ഇങ്ങനെ അവര് ലീലകളാക്കി ആടി നടന്നപ്പോൾ അതിൽ ഏറ്റവും സുന്ദരിയായ ഗന്ധർവ സ്ത്രീയായ ചിത്രാംഗിയെ, അത് ചിത്രാംഗതൻ എന്ന ഗന്ധർവന്റെ ഭാര്യയായിരുന്നു. അവരെ പിടിച്ച് അപ്പോൾ തന്നെ അവരോട് അരുതാത്തത് ചെയ്ത്, അങ്ങനെ അവരുടെ ഇഷ്ടമില്ലാതെ അത് ചെയ്ത്, അങ്ങനെ അവർ അവിടെ വെച്ച് ഗർഭം ധരിക്കുകയും ഒരു കുഞ്ഞ് ഉണ്ടാവുകയും ചെയ്തു. ആ കുഞ്ഞാണ്
അതിനെ ഇയാൾ വാരിയെടുക്കാൻ ചെന്നപ്പോൾ ആ കുഞ്ഞിന്റെ ശരീരം പെട്ടെന്ന് വളരുകയും അതിന് രാവണൻ അതിന് പേരിട്ടതാണ് അതികായൻ, വലിയ ശരീരത്തോടു കൂടിയവൻ. ആ കുഞ്ഞിനെയാണ് തന്റെ മക്കളില്ലാതിരുന്ന ധന്യമാല എന്ന ഭാര്യയ്ക്ക് കൊണ്ടുകൊടുത്ത് അവർ സ്വന്തം മകനായി വളർത്തിക്കൊണ്ടുവന്ന ആളാണ് അതികായൻ. അയാൾ വളരെ അനുഗ്രഹം നേടിയതാണ്. സാക്ഷാൽ പരമശിവനെയൊക്കെയാണ് ഗുരുവായി ആയോധന കലയ്ക്ക് സ്വീകരിച്ചത്. ബ്രഹ്മദേവന്റെ എന്നോട് തപസ്സനുഷ്ഠിച്ച് ഗോകർണത്ത് പോയി തപസ്സനുഷ്ഠിച്ച് വരബലങ്ങളെല്ലാം നേടിയ ആളാണ് അതികായൻ. വീണ്ടും തന്റെ തപസ്സും ശിക്ഷണങ്ങളും എല്ലാം കഴിഞ്ഞ് പാശുപതാസ്ത്രം പരമശിവനിൽ നിന്ന് നേടിയ ആളുമാണ് അതികായൻ. അങ്ങനെ വീണ്ടും ലങ്കയിൽ വന്ന് പിതാവിനൊപ്പം താമസിക്കുകയാണ്. ആ അതികായനാണ് വെള്ളെരുതിന്റെ മുകളിലേറി വരുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് വിഭീഷണൻ ഭഗവാനോട്. പിന്നെ വരുന്നത് ത്രിശിരസ് രാവണന്റെ മണ്ഡോദരിയിലുണ്ടായ മകനാണ്. ഖരദൂഷണ ത്രിശിരസുകളല്ലിത്. ത്രിശിരസ് എന്ന് പറഞ്ഞ രാവണന്റെ മകനാണ്. അതുപോലെ വേദാന്തകൻ തേരിൽ വന്നത്, വേദാന്തകനാണ് മറ്റൊരു തേരിൽ വരുന്നത്. കുംഭകർണാത്മജനാണ് കുംഭൻ, നികുംഭൻ എന്നിങ്ങനെ കുംഭകർണന് 2 മക്കളുണ്ട്. അവനാണ് പരിഹയും ഒക്കെ ഏന്തി വരുന്നവർ. അത് ദേവകുലാന്തകനായ രാവണനെയാണ് അവർ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നത്. അപ്പോൾ രാവണന്റെ സ്വഭാവം തന്നെയാണ് ഈ കുംഭനും നികുംഭനും ഒക്കെ ഉള്ളത്. അത് കുംഭകർണൻ സാത്വികനാണെങ്കിലും മക്കൾ രാവണനോട് വളരെ മമതയുള്ളവരാണ്. ഇങ്ങനെ വിഭീഷണൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാമൻ അതിന് മറുപടി പറയുകയാണ്. ദശമുഖനെ നമ്മൾ യുദ്ധമധ്യത്തിൽ കൊല ചെയ്താൽ നമ്മളുടെ മനസ്സിലെ ദുഃഖമെല്ലാം കളയുന്നുണ്ട് ഞാൻ ഉടനെ തന്നെ. ഏതായാലും അവൻ യുദ്ധത്തിന് വന്നിട്ടുണ്ടല്ലോ എന്ന് അരുളി ചെയ്തതിന് ശേഷം വന്ന വലിയ പടയോട് ദശാസിനൻ പറയുകയാണ്, എല്ലാവരും നാം ഒഴിച്ച് പോന്നാലവർ ചെല്ലുമകത്ത് കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്ന് കൊള്ളും മുന്നേ കാത്തുകൊള്ളുവിൻ നിങ്ങൾ ചെന്ന് ലങ്കാപുരം. ഈ സൈന്യങ്ങളെല്ലാം അകത്തേക്ക് കയറി ലങ്കാപുരം നശിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ലങ്കാപുരം കാത്തുകൊണ്ട് നിൽക്കുക. യുദ്ധത്തിന് ഞാൻ പോരാം, ഞാൻ മാത്രം യുദ്ധം ചെയ്താൽ മതി, ബാക്കി നിങ്ങൾ ലങ്ക സംരക്ഷിക്കൂ പോയി എന്ന് കൂടെ വന്നവരോടൊക്കെ പറയുകയാണ്. അങ്ങനെ നിയോഗിച്ച ശേഷം നിശാചരേവരും ചെന്ന് ലങ്കാപുരം കാത്ത് അവിടെ സംരക്ഷിക്കാൻ വേണ്ടി നിന്നു. രാവണൻ വാനരവൃന്ദത്തെ എയ്ത് തള്ളി വിട്ടു. അങ്ങനെ വാനരന്മാര് വളരെ വേഗം ഭയചകിതരായി ശ്രീരാമചന്ദ്രന്റെ അരികിലേക്ക് ഓടി വരികയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, ഈ വളരെ വമ്പനായിട്ടുള്ള ഇവനോട് പൊരുതുന്നതിന് വേണ്ടി മുമ്പിൽ ഞാൻ നിൽക്കാമെന്ന് ലക്ഷ്മണകുമാരനാണ് പറയുന്നത്. അപ്പോൾ ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ പറയുന്നു, ഇയാൾ വളരെ ധർമ്മമില്ലാത്തവനും മായാവിയും യുദ്ധധർമ്മങ്ങളൊന്നും പാലിക്കാത്ത അസുരനാണ്. ഏതു പ്രകാരവും അവൻ നമ്മളെ വകവരുത്തും. അതുകൊണ്ട് നിനക്ക് കുമാര രാവണനുമായി യുദ്ധം ചെയ്യുവാൻ നീ മുന്നോട്ട് ഇറങ്ങണ്ട, ഞാൻ തന്നെ യുദ്ധം ചെയ്തോളാം. അതുപോലെ തന്നെ ശിവഭഗവാനെ ധ്യാനിക്കുന്ന ശിവന്റെ വളരെ പരമഭക്തനാണ്. ചന്ദ്രഹാസമായ വാളൊക്കെ അയാളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇരിക്കുമ്പോൾ നമ്മൾ നിരായുധരായിട്ടുള്ളവര് നമ്മൾ അങ്ങനെ അയാളുമായിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നിനക്കതിനുള്ള കഴിവായിട്ടില്ല, നീ രാവണനോട് യുദ്ധം ചെയ്യാൻ ഇപ്പോൾ പോരണ്ട എന്ന് പറയുകയാണ്. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ രാവണനോട് രാവണന് തേരുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമി പറയുകയാണ്, അങ്ങക്ക് തേരില്ലല്ലോ ഭഗവാനെ, അങ്ങ് എന്റെ ചുമലിലേക്ക് കയറൂ, എന്നിട്ട് ഈ നിശാചരന്മാരെ ഒന്നടങ്കം ശരമാരി ചൊരിഞ്ഞ് കൊല്ലൂ എന്ന് പറയുകയാണ്. അങ്ങനെ പങ്ക്തി കണ്ഠരനായ രാവണനോട് യുദ്ധത്തിനിടെ അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ കണ്ഠമേറി നിന്നുകൊണ്ട് ദശാസ്യനെ നിഗ്രഹിക്കുവാനുള്ള യുദ്ധം ആരംഭിക്കുകയാണ്.
ഇത് കണ്ടു നിന്നവർക്ക് എല്ലാവരും ഭയം കൊണ്ട് വളരെ വിജൃംഭിച്ചു പോയി. വളരെ ശ്രീരാമൻ അതിശക്തമായ കോപത്തോടുകൂടി ധാരാളം അസ്ത്രങ്ങൾ, ദിവ്യാസ്ത്രങ്ങൾ രാവണന്റെ മേലെയ്തു. രാവണനും തിരിച്ച് ധാരാളം ആയുധങ്ങൾ ശ്രീരാമചന്ദ്രന്റെ മേൽ പ്രയോഗിക്കുകയും ഒരുപാട് വാനര സൈന്യത്തിന് നഷ്ടം വരുത്തുകയും ഒക്കെ ചെയ്തു. എന്നാൽ ശ്രീരാമചന്ദ്രനാകട്ടെ ദിവ്യാസ്ത്രങ്ങൾ എയ്തത് കാരണം ഘോരമായി വന്ന ആ ദിവ്യാസ്ത്ര പ്രയോഗങ്ങൾ ഒരു വാരിധി പോലെ രാവണന് നേരെ ചെന്നപ്പോൾ ശ്രീരാമദേവൻ വളരെ കോപം മുഴുത്താണ് അതൊക്കെ ചെയ്തത്. ധാരാളം ആയുധങ്ങൾ, അമ്പുകൾ, ദിവ്യാസ്ത്രങ്ങളൊക്കെ രക്ഷോവരനായ രാവണന്റെ വക്ഷപ്രദേശത്ത് ശരീരത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ച് തുടങ്ങി. അങ്ങനെ ആ ബാണങ്ങളൊക്കെ ഏറ്റപ്പോൾ പൗലസ്ത്യന്റെ ചാപം ഭൂമിയിലേക്ക് വീണു. രാവണന്റെ ചാപം വില്ല് ഭൂമിയിൽ വീണു. അങ്ങനെ നക്തഞ്ചരാധിപനായ ദശാസ്യന് ശക്തിക്ഷയം കണ്ടു. അത് കണ്ടിട്ട് രാഘവൻ തേരും കൊടിയും കൂടയും കുതിരയും ചാരുകിരീടങ്ങളും എല്ലാം അമ്പെയ്ത് തകർത്തു. അങ്ങനെ കുതിരകളെയും കൊന്നു. അതിൽ അലങ്കരിച്ചു വെച്ചിരുന്ന കൊടിയും കുടയും തോരണങ്ങളും എല്ലാം നശിപ്പിച്ചു. തേരും നശിപ്പിച്ചു ദിവ്യാസ്ത്രങ്ങളൊക്കെ എയ്ത്. അങ്ങനെ സാരഥിയെയും കൊന്നുകളഞ്ഞു. അങ്ങനെ ആരൂഢതാപേനെ വളരെ വർദ്ധിച്ച ദുഃഖത്തോടുകൂടി ഇത് കണ്ടിട്ട് നിരാലംബനായി നിരാശ്രയനായി ദശാസ്യൻ നിൽക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അയാളോട് അരുൾ ചെയ്യുകയാണ്, യാതൊരു ദുഃഖവും കൂടാതെ നിന്റെ മനസ്സിൽ ദുഃഖമൊന്നും ഉണ്ടാകേണ്ട, നീ ഇന്ന് പോകൂ, നിനക്ക് നല്ല ക്ഷീണമുണ്ട്, യാതൊരു ഭയവുമില്ലാതെ പോയി ലങ്കയിൽ ചെന്നിരുന്ന് വിശ്രമിക്കുക. ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് വീണ്ടും ആയോധനത്തിന് നാളെ നീ വരണം. അങ്ങനെ പറഞ്ഞിട്ട് രാമശരം പിറകിന് വരുന്നുണ്ടോ എന്ന ഭയപ്പാടോടുകൂടി വേഗത്തിൽ നടന്നാണ് രാവണൻ ലങ്കയിലേക്ക് പോയത്. രാഘവന്റെ അസ്ത്രം തുടർന്ന് വരുന്നുണ്ടോ എന്ന് ആകുലം പൂണ്ട് തിരിഞ്ഞു നോക്കിയാണ് വേപതുഗാത്രനായി രാവണൻ തന്റെ മന്ദിരം പ്രവേശിച്ചത്. അത് കണ്ടിട്ട് അങ്ങനെ പോകുന്ന പോകിൽ വളരെയധികം ദുഃഖത്തോടുകൂടി പോവുകയാണ്. എല്ലാവരെയും പറഞ്ഞു വിട്ട് തനിച്ച് യുദ്ധത്തിന് വന്നതാണ്. ഇനി അടുത്തത് കുംഭകർണന്റെ നീതിവാക്യമാണ്. ഇനിയും കുംഭകർണനെ ചെന്ന് വിളിച്ചുണർത്തുകയാണ് യുദ്ധത്തിനു വേണ്ടി. കുംഭകർണൻ ഉറങ്ങാൻ കിടന്നിട്ട് 9 ദിവസമേ ആയുള്ളൂ. അപ്പോൾ പല പ്രകാരത്തിൽ ആനകളെ കൊണ്ട് അലറിച്ചും ആനകളുടെ തുമ്പിക്കൈ കൊണ്ട് മൂക്കിലെ രോമത്തിലൊക്കെ പിടിച്ചു വലിക്കുമ്പോൾ തുമ്പിക്കൈയൊക്കെ അറ്റുപോവുകയാണ്. അത്രയ്ക്ക് ശക്തനാണ്. വളരെ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറം വലിപ്പമുള്ളവരാണ് അവരൊക്കെ. നമ്മുടെ ഈ കരികാല മനുഷ്യരിൽ ഏറ്റവും വലിപ്പമുള്ളവരെ ആയിരിക്കും നാം ചിന്തിക്കുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ അതുകൊണ്ടാണ് ഈ പുരാണ സിനിമ മിക്കപ്പോഴും വരുമ്പോൾ ആനിമേഷൻ ടൈപ്പിലുള്ള സിനിമകളൊക്കെ ഇറങ്ങുന്നത്. മനുഷ്യരെ കൊണ്ട് അത്രയും വലിയ കഥാപാത്രങ്ങളാകാൻ കഴിയില്ല. മനുഷ്യർക്ക് അത്രയും വലിയ ശരീരം എടുക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ വലിയ ഇപ്പം പഴയ ആ പുരാണങ്ങളിലെ അസുരന്മാരെ നമ്മുടെ നരസിംഹ അവതാരം എടുത്ത് ഭഗവാൻ വരുമ്പോൾ ഹിരണ്യകശിപിനെ കൊല്ലാൻ വരുമ്പോൾ ഹിരണ്യകശിപു ഒക്കെ സാധാരണ ഒരു നമ്മൾ ചിന്തിക്കുന്ന ഒരു വലിപ്പമുള്ള ആളല്ല. അത്ര വലിയ വൃക്ഷങ്ങളുടെയും പർവ്വതങ്ങളുടെയൊക്കെ അത്ര വലിപ്പമുള്ള ശരീരവും ശക്തിയുള്ളവരാണ്. രാവണനോടൊപ്പമുള്ള കുംഭകർണനും എല്ലാവരും അത്രയും വലിപ്പമുള്ളവരാണ്. അപ്പോൾ ആ കുംഭകർണനെ ഉണർത്താൻ നോക്കിയിട്ട് യാതൊരു വിധത്തിലുള്ള മല്ലും പറ്റുന്നില്ല. പെരുമ്പറ മുഴക്കുന്നു, വാദ്യഘോഷങ്ങളൊക്കെ നടത്തുന്നു, ആനകളെ കൊണ്ട് അലറിക്കുന്നു, എല്ലാം ചെയ്തിട്ട് ഉണരാതെ ഇരുന്നപ്പോൾ 6 മാസം കഴിഞ്ഞ് ഉണരും. 9 ദിവസമായിട്ടുള്ളൂ ഉറങ്ങാൻ കിടന്നിട്ട്. അവസാനം വളരെ വലിയ 100 കണക്കിനുള്ള പാത്രങ്ങളിൽ മദ്യവും അതുപോലെ തന്നെ രക്തവും മാംസഭക്ഷണങ്ങളും എല്ലാം നിറച്ചു വെച്ചിട്ട് അത് 1000 പാത്രങ്ങളിൽ ഇതെല്ലാം നിറച്ചു വെച്ചു. മദ്യം നിറച്ചു, രക്തം നിറച്ചു വെച്ചു, കുന്നുകൾ പോലെ ആഹാരങ്ങളെല്ലാം പാചകം ചെയ്ത് വെച്ചു. അതിൻ്റെയൊക്കെ മണമൊക്കെ ചെന്നപ്പോഴത്തേക്ക് കുംഭകർണൻ താനെ ഉണർന്ന് ഇതെല്ലാം ആഹാര സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. അതൊക്കെ ഇരുന്ന് കഴിച്ചതിന് ശേഷം കുംഭകർണനെ വിളിച്ചുകൊണ്ട് വരികയാണ് രാവണന്റെ പരിചാരകര് രാവണ സന്നിധിയിലേക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാം പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. ഇനി എല്ലാവരും ഇങ്ങനെ ചത്തു, രാക്ഷസ സൈന്യം ഒരുപാട് നശിച്ചുപോയി, പ്രധാനപ്പെട്ട മന്ത്രിമാരും സേനാനായകന്മാരും എല്ലാവരും മരിച്ചു
ഞാനും യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അങ്ങനെയുണ്ടെങ്കിൽ വൈരികളെ കൊല ചെയ്ത് ഞാൻ സങ്കടം തീർത്തു വരുമെന്ന് ചൊല്ലി പുറപ്പെട്ട നേരം ആ മഹോദരൻ മെല്ലെ തൊഴുത് പറഞ്ഞാൻ അതുനേരം ജ്യേഷ്ഠനെ കണ്ട് തൊഴുത് വിട വാങ്ങി വാട്ടം വരാതെ പോയി കൊള്ളുക നല്ലത്. അപ്പോൾ ഇവര് മറ്റുള്ളവർ പറയാണ് ജ്യേഷ്ഠനെ കണ്ടിട്ട് തൊഴുത് ഒക്കെ പോയി അനുവാദം വാങ്ങൂ എന്ന് പറഞ്ഞ് അങ്ങനെ തൊഴുത് രാവണനോട് ചെന്ന് പറഞ്ഞ്, അപ്പോൾ അന്നേരവും നല്ലതും തീയതും താൻ അറിയാതവൻ നല്ലതറിഞ്ഞ് ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകെങ്കിലും നല്ലതല്ല അവർക്കുണ്ടോ നല്ലതാകുന്നു എന്ന് കുംഭകർണൻ ചോദിക്കുകയാണ്. നല്ലതും തീയതും താൻ അറിയാത്ത, തനിക്ക് തന്നെത്താൻ നല്ലതേത് മോശമേതെന്ന് അറിയാത്തവർ അത് നല്ലതറിഞ്ഞ് ചൊല്ലുന്നവർ ചൊല്ലുകൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരുടെ ചൊല്ലുകൾ, അവരുടെ വാക്കുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകയും അത് നല്ലവണ്ണം കേട്ടുകൊള്ളുക. അത് നന്നതല്ലാതെ അവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. അതല്ലാതെ അവർക്ക് ഏതെങ്കിലും നല്ല കാര്യങ്ങളുണ്ടോ? അപ്പം നല്ലതും ചീത്തയും തിരിച്ചറിയാതെ ജീവിക്കുന്നവർ, നല്ലതറിയാവുന്നവർ പറയുന്നത് കേട്ട് അനുസരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? കുംഭകർണന്റെ നീതിവാക്യമൊക്കെ നമ്മൾ നേരത്തെ കേട്ടതായിരുന്നു. കുംഭകർണൻ വളരെ ശാസ്ത്രവും വേദങ്ങളും ഒക്കെ തത്വങ്ങൾ അറിഞ്ഞ ആളാണ്. വളരെ ശാന്തമായ രീതിയിൽ ജ്യേഷ്ഠനെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ ജ്യേഷ്ഠന് വേണ്ടിയും ലങ്കയ്ക്ക് വേണ്ടിയും ജ്യേഷ്ഠൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യും. അത് ധർമ്മമാണെങ്കിലും അതാണ് കുംഭകർണന്റെ സ്വഭാവം. പറയാനുള്ള കാര്യമെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നാൽ വിഭീഷണനാകട്ടെ ആ സത്ചിന്തയോടുകൂടി മാത്രമേ നിലകൊള്ളൂ. അതല്ലാത്തടത്ത് അദ്ദേഹം അവിടെ നിലനിൽക്കാതെ തന്നെ ഈശ്വര ചിന്തയിലേക്ക് തന്നെ തിരിച്ചുപോയി രാമപാദത്തിലേക്ക് പെടുകയാണ്. അത് വിഭീഷണന്റെ ആ ഒരു ക്യാരക്ടറാണത്. അപ്പോൾ ഇവിടെ കുംഭകർണൻ വീണ്ടും പറയുകയാണ്, സീതയെ രാമന് നൽകുന്ന പറഞ്ഞത് സോദരൻ ചെന്നല്ലോ. വിഭീഷണൻ അതങ്ങനെ ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് കോപിച്ച് അദ്ദേഹത്തിനെ ആട്ടിക്കളഞ്ഞില്ലേ? അങ്ങനെ നാട്ടിൽ നിന്ന് തന്നെ നല്ല ഗുണമെല്ലാം പോയി. നല്ലവണ്ണം വരുംകാലം അല്ലെന്നതും ചൊല്ലാം അതുകൊണ്ടതും കുറ്റമല്ലടോ. നമുക്കൊരു നല്ല കാലത്ത് നല്ല കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മുടെ മോശം കാലമാണ്. അതുകൊണ്ടാണ് നല്ലതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് പോയത്, നല്ലതൊന്നും ഇനി ഇല്ലാതായി പോയത്. അതുകൊണ്ട് അല്ലൽ വരുത്തും ആപത്ത്. നമ്മൾ നല്ലതൊന്നും നമ്മൾ ഒരുത്തനും ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അല്ലൽ വരും. അത് ആപത്തും അണയുന്ന നാളുണ്ടാകും. കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും പുരുഷാകാരാദി ഭേദങ്ങളും 4 ഉപായങ്ങളും 6 നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ച് പഥ്യം പറയും അമാത്യൻ ഉണ്ടെങ്കിലോ ഭർത്തൃ സൗഖ്യം വരും, കീർത്തിയും വർദ്ധിക്കും. അപ്പോൾ 4 ഉപായങ്ങളും 6 ശാസ്ത്രങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞ് നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്ന മന്ത്രിമാരുണ്ടെങ്കിൽ എല്ലാ ദുഃഖങ്ങളും മാറി നമുക്ക് രാജാക്കന്മാർക്ക് നല്ല സുഖം, ഭർത്തൃസൗഖ്യം വരും, കീർത്തിയും വർദ്ധിക്കും. എന്നാൽ ഇങ്ങനെയുള്ള അമാത്യധർമ്മത്തെയൊക്കെ വെടിഞ്ഞ് അങ്ങയുടെ കൂടെയുള്ളവര് രാജാവിന് കർണസുഖം വരുന്ന വിധത്തിൽ എന്തൊക്കെയോ ദേഹാഭിമാനത്തെ ഓർത്ത് പറഞ്ഞ് അങ്ങയെ ഇങ്ങനെ യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കി വിട്ടതാണ്. തെറ്റും ശരിയൊന്നും പറഞ്ഞു തരാതെ, ധർമ്മവും ന്യായവും ഒന്നും പറഞ്ഞു ബോധിപ്പിക്കാതെ, സീതാദേവി മറ്റൊരാളുടെ പതിവ്രതയായ ഭാര്യയാണ്, അവരെ പിടിച്ചുകൊണ്ട് വരുന്നത് അധർമ്മമാണെന്ന് പറഞ്ഞു തരാൻ അമാത്യന്മാർ അത് ചെയ്യാത്തത് കാരണം ഇങ്ങനെയൊക്കെ വന്ന് സംഭവിച്ചു. ചെവിക്ക് ഇഷ്ടമുള്ളതെല്ലാം കേട്ട് സന്തോഷിച്ചു, ശരീരത്തിന് ഇഷ്ടമുള്ളതെല്ലാം കേട്ട് ആസ്വദിച്ചു. അങ്ങനെയുള്ള ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പോകുന്ന മനുഷ്യൻ എല്ലാ ദുഃഖങ്ങൾക്കും മരണത്തിനും വശഗതനായി മാറുകയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്ദ്രിയങ്ങൾക്ക് വശനായി ഇരിപ്പവൻ എന്നും ഒഴിഞ്ഞില്ല നിർണയം. ആപത്തുകൾ ഒഴിയാതെ എപ്പോഴും അത് ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്ദ്രിയ ഗ്രാമം ജയിച്ചവർക്ക് ഒന്നുകൊണ്ടും വരാ ആപത്തുകൾ ന്യൂനം. അപ്പോൾ ഇന്ദ്രിയത്തെ ജയിച്ചവർക്ക് ഒരിക്കലും ഒരു ആപത്തുണ്ടാവുകയില്ല എന്നൊക്കെ പറയുകയാണ്. നാരായണനായിട്ട് ശ്രീരാമചന്ദ്രനാണ് വന്നതെന്നും ഒക്കെ ഇങ്ങനെ വീണ്ടും പറയുകയാണ്. അപ്പോൾ രാവണൻ ഇതെല്ലാം കേട്ടിട്ട് ഇനി എന്ത് ചെയ്യാനാണ്? എല്ലാവരും മരിച്ചു, ഇനിയും വിരലിൽ എണ്ണാവുന്നവർ പോലും ബാക്കിയില്ല.
അപ്പോൾ രാമൻ പരബ്രഹ്മ സനാതനൻ, കോമളൻ ഇന്ദീവര ദളശ്യാമളനാണ്. മായാമനുഷ്യ വേഷം പൂണ്ട രാമനെ കായേന വാച മനസാ ഭജിക്ക നീ എന്നൊക്കെ പറയുകയാണ്. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘൂത്തമൻ, ഭക്തിയല്ലോ മഹാജ്ഞാന മാതാവിടോ. മഹാജ്ഞാനത്തിൻ്റെയും മാതാവ് ഭക്തിയാണ്. ഭക്തിയുണ്ടെങ്കിൽ അദ്ദേഹം എന്നോട് ഇനിയായാലും പ്രസാദിക്കും. രാമൻ ആഗ്രഹിക്കുന്ന പോലെ സീതാദേവിയെ കൊണ്ടുകൊടുത്ത് മാപ്പ് പറഞ്ഞാൽ ഇനിയും ജ്യേഷ്ഠന്റെ ജീവിതവും ജീവനും ഒക്കെ രക്ഷപ്പെട്ട് നമ്മുടെ വംശം ബാക്കിയുള്ളവരെങ്കിലും ഇവിടെ നിലനിൽക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഈ ജ്ഞാനോപദേശത്തിന് ചെയ്യാൻ വേണ്ടിയല്ല നീ കിടന്നുറങ്ങിയ നിന്നെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ ഉണർത്തിയത്. നീ ഇതിനേക്കാൾ നല്ലത് പോയി നിദ്രയൊക്കെ സേവിച്ച് സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കുള്ളൂ. അതാണ് നിനക്ക് നല്ലത്. നീ വളരെ ബുദ്ധിമാനാണ്. ഇങ്ങനെ ജ്ഞാനോപദേശമൊക്കെ ചെയ്തിട്ട് നീ നിന്റെ കർത്തവ്യത്തിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടിയല്ലയോ നീ ഇതൊക്കെ ഈ അന്ത്യനിമിഷങ്ങളിൽ എന്നോട് പറയുന്നത്. ഈ വേദശാസ്ത്രങ്ങളെല്ലാം ഞാൻ കേട്ടുകൊള്ളാം. എപ്പോഴാണെന്നറിയാമോ? എൻ്റെ ഖേദമെല്ലാം മാറി, ദുഃഖമെല്ലാം മാറി ഞാൻ സുഖിച്ചു വാഴുമ്പോൾ നീ പറയുന്ന വേദശാസ്ത്രമൊക്കെ കേൾക്കാം. നിനക്ക് പോയി യുദ്ധം ചെയ്യാൻ വയ്യെങ്കിൽ കിടന്നുറങ്ങിക്കുള്ളൂ. അപ്പോൾ ആകുമെങ്കിൽ നീ പോയി രാമനെയും ബാക്കിയുള്ള സൈന്യത്തെയൊക്കെ വധിച്ചിട്ട് വരിക. ഇതൊക്കെ കേട്ടപ്പോൾ, അഗ്രജന്റെ വാക്കുകൾ കേട്ടപ്പോൾ കുംഭകർണൻ വളരെ വ്യഗ്രനായി നിന്നിട്ട് ആ വ്യഗ്രതയൊക്കെ കൈവിട്ട് യുദ്ധത്തിന് വേണ്ടി രഘുത്തമന്റെ അരികിലേക്ക് പോവുകയാണ്. രഘുനാഥൻ എന്റെ മുന്നിൽ മരിച്ചാൽ എനിക്ക് കൈവല്യ പദം കിട്ടുമല്ലോ എന്ന്, എന്നെ നിഗ്രഹിച്ചാൽ എനിക്ക് മോക്ഷം ലഭിക്കുമല്ലോ യുദ്ധമധ്യേ ഞാൻ മരിച്ചാൽ എന്ന് കരുതി മരണത്തെ തന്നെ പുൽകുവാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ പുറപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ ഭാഗം വരെയും കൊണ്ട് നമുക്ക് നിർത്താം. അടുത്ത ഭാഗം അടുത്ത ദിവസം വിവരിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ശ്രീരാമ രാവണ യുദ്ധം അതിന്റെ മൂർധന്യതയിലേക്ക് പോവുകയാണ്. രാമരാവണ യുദ്ധത്തിന്റെ പൂർണ്ണ വിജയത്തിന് വേണ്ടി ശ്രീരാമചന്ദ്രനോടൊപ്പം വാനര സൈന്യത്തോടൊപ്പം നമ്മളും ആ യുദ്ധഭൂമിയിൽ യുദ്ധത്തിന്റെ അനുഭവവും തീവ്രതയിലും നമ്മളും